അവനവന്റെ മുറ്റത്ത് എത്തുന്നത് വരെ പലർക്കും യുദ്ധം എന്നത് അതിർത്തിയിലെ പൂരം മാത്രമാണ്. സഖാവ് എം സ്വരാജ്. ഈ വാചകം കൊണ്ട് തന്നെ നമുക്ക് തുടങ്ങാം. കാരണം ഇന്ത്യൻ അടുക്കളകളിൽ വീണ്ടും ആശങ്കയുടെ കനൽ പുകയുകയാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പാചകവാതകത്തിന് ക്ഷാമം അനുഭവപ്പെടുന്നു എന്ന വാർത്തകൾ പുറത്തുവരുന്നു. ഇത് കേവലം വിതരണത്തിലെ തടസ്സമാണോ അതോ വരാനിരിക്കുന്ന വലിയൊരു ആഗോള പ്രതിസന്ധിയുടെ സൂചനയാണോ? ഇതിന് ഉത്തരം തേടണമെങ്കിൽ നമ്മൾ പശ്ചിമേഷ്യയിലേക്ക് കണ്ണോടിക്കണം. ഇറാനും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധ സാഹചര്യം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അതീവ നിർണായകമാണ്. ഇന്ത്യ ഉപയോഗിക്കുന്ന പാചകവാതകത്തിന്റെ LPG 50% ഇറക്കുമതി ചെയ്യുന്നത് പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ നിന്നാണ്. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണക്കപ്പൽ പാതയായ ഹോർമുസ് കടലിടുക്ക് ഇറാൻ തടസ്സപ്പെടുത്തിയാൽ ഇന്ത്യയിലേക്കുള്ള ഗ്യാസ് വരവ് നിലയ്ക്കും. യുദ്ധം നീണ്ടുപോയാൽ അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിൽ പ്രകൃതിവാതക വില കുതിച്ചുയരും. ഇത് ഇന്ത്യയിൽ സിലിണ്ടർ വില വർദ്ധിക്കാൻ കാരണമാകും. ഈ ഘട്ടത്തിൽ റഷ്യയുടെ നിലപാട് വളരെ ശ്രദ്ധേയമാണ്. ഉക്രൈൻ യുദ്ധത്തിനു ശേഷം റഷ്യയുടെ ഏറ്റവും വലിയ ഊർജ്ജ വിപണിയായി ഇന്ത്യ മാറിയിട്ടുണ്ട്. റഷ്യ നിലവിൽ ഇറാനുമായി അടുത്ത ബന്ധം പുലർത്തുന്ന രാജ്യമാണ്. യുദ്ധം പശ്ചിമേഷ്യയെ തളർത്തുമ്പോൾ ഇന്ത്യക്ക് കൂടുതൽ എണ്ണയും വാതകവും കുറഞ്ഞ നിരക്കിൽ നൽകാൻ റഷ്യ തയ്യാറായേക്കും. എന്നാൽ പശ്ചിമേഷ്യയിലെ വിതരണ ശൃംഖല തകർന്നാൽ റഷ്യയിൽ നിന്നുള്ള ഇറക്കുമതി മാത്രം കൊണ്ട് ഇന്ത്യയുടെ വലിയ ആവശ്യം നിറവേറ്റുക പ്രായോഗികമായി പ്രയാസകരമാണ്. പ്രതിസന്ധി മുന്നിൽ കണ്ട് ഇന്ത്യ കരുതലോടെയാണ് നീങ്ങുന്നത്. രാജ്യത്തെ തന്ത്രപ്രധാനമായ വാതക ശേഖരങ്ങൾ പരമാവധി നിറയ്ക്കാൻ സർക്കാർ എണ്ണ കമ്പനികൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കേവലം പശ്ചിമേഷ്യയെ മാത്രം ആശ്രയിക്കാതെ അമേരിക്ക, ഓസ്ട്രേലിയ, ആഫ്രിക്കൻ രാജ്യങ്ങൾ എന്നിവിടങ്ങളിൽ നിന്ന് കൂടുതൽ LPG എത്തിക്കാൻ ചർച്ചകൾ നടക്കുന്നു. ഇറാൻ ഇസ്രായേൽ തർക്കത്തിൽ ഒരു മധ്യസ്ഥന്റെ റോളിൽ സമാധാനത്തിനായി ഇന്ത്യ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. ചുരുക്കത്തിൽ അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിലെ ഓരോ ചലനവും നമ്മുടെ അടുക്കളയിലെ ചെലവിനെ ബാധിക്കുന്ന കാലമാണിത്. യുദ്ധം ഒഴിവാക്കുക എന്നത് ഇന്ത്യയുടെ സാമ്പത്തിക സുരക്ഷയ്ക്ക് അനിവാര്യമാണ്.